വേണ്ടി ബഹുമാനപ്പെട്ട മാധവസ്ഥാന്റെ ശിഷ്യന്മാർ സുഹരി പണ്ഡിതന്മാർ ഇന്ന് കർമ്മനിരതരാണ് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ജൂരികൾ മനസ്സിലാക്കണം, അവൾ എന്റെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പ്രാസ്ഥാനികമായി കർണാടകയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും അങ്ങനെ ദ്വീപിലും അതുപോലെ തന്നെ തമിഴ്നാട് നീലഗിരി പോലുള്ള പ്രദേശങ്ങളിലും ഒക്കെ സംഘടനയുടെ അഥവാ മഹാനായ സുലൈമാൻ ഉസ്താദും ശിഖുന കാന്തപുര ഉസ്താദും നേതൃത്വം നൽകുന്ന ആധികാരിക പണ്ഡിത സഭയുടെ കീഴ്ഘടകങ്ങളിൽ പലതിലും ജില്ലാ സാരഥികളായി, റേഞ്ച് നേതൃത്വമായി, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യങ്ങളായി, അവരിൽ മുഫത്തിമാരായി, ട്രെയിനേഴ്സായി, അതുപോലെ തന്നെ നമ്മുടെ മദ്രസ സദർമൂല്യങ്ങളായി, സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട ആ സുന്നത്തി ജമാഅത്തിന്റെ ജുമാ മസ്ജിദ് ഖത്തീബുമാരായി, ഇമാമുമാരായി, മുദരിസുമാരായി ഒക്കെ നമ്മുടെ പ്രവർത്തകർ ജുഹുരികൾ ഇന്ന് സജീവ സാന്നിധ്യമുണ്ട് എന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ KTC സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംഘടന അഥവാ നമ്മുടെ പ്രസ്ഥാനിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ അജീയമായി തന്നെ നമ്മൾ തുടരേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം, മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദ് നേതൃത്വം നൽകുന്ന മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിൽ അതിനെ അന്ന് ശീർഷകത്തിൽ നടത്തുന്ന കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പല സൂര്യകൾ നടക്കുന്ന മഹല്ലുകളിൽ, സ്ഥാപനങ്ങളിൽ ഇന്ന് അതിന്റെ പല യോഗങ്ങളുള്ളത് കൊണ്ട് ഈ സംഗമത്തിന് എത്താൻ പറ്റില്ല എന്നിവർ അറിയിച്ച സൂര്യകളുണ്ട്. അവിടെ സംഘടനയുമായി നമ്മുടെ സൂര്യകൾ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതൊന്നുകൂടെ കൂടുതൽ ബന്ധപ്പെടണമെന്ന് അവസരോചിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമ്മുടെ സൂര്യകൾ എല്ലാ മേഖലകളിലുള്ള പോലെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രതിനിധിയാണ് ജബ്ബാർ സൂരി. ആദ്യ ബാച്ചിൽപ്പെട്ട 4 ആളുകളിൽ 2 ആളാണ്, ഒന്ന് ഞാനും ജബ്ബാർ സൂരിയും. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സുലൈമാൻ സൂരി, 2 സുലൈമാൻ സൂരികൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. അതോടൊപ്പം പേര് പറയുന്നില്ല, 16 സൂരികൾ ഈ കാലയളവിൽ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ ഉണ്ടായിരിക്കേണ്ടവരാണ്. അള്ളാഹു അവർക്കൊക്കെ പരലോകത്ത് സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമുക്ക് ദീനി വിജ്ഞാനത്തിന്റെ അനർഘമായ അക്ഷരജാലങ്ങൾ നമുക്ക് മുമ്പിൽ വാരിവേറിയ ശൈഖുന മാടവ ഉസ്താദിന്റെയും ഉസ്താദുമാരായ KS ഉസ്താദ് ഉൾപ്പെടെ, മഹാനായ പാലേരി ഉസ്താദ് ഉൾപ്പെടെ, മഹാനായ മുണ്ടക്കൽ ഉസ്താദ് ഉൾപ്പെടെ, അതുപോലെ മഹാനായ പ്രഥമ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിജ്ഞാനങ്ങൾ പകർന്നു തന്ന മാടവന ഗഫൂർ ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ഉസ്താദുമാരും സൂരി പണ്ഡിതന്മാരും നമ്മുടെ സഹകാരികളും അഭ്യുതകാംക്ഷികളും ഇന്നും സ്ഥാപനത്തെ അങ്ങേയറ്റം നെഞ്ചിലേറ്റി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന മാടവന ഉസ്താദ് ഇപ്പോൾ ഇത്തിരി ആരോഗ്യപരമായി ക്ഷീണത്തിലാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് അവിടെ നടത്തുന്ന തഖസ്സുസ് അതിലേക്ക് ആകർഷകരായിക്കൊണ്ടാണ് നീലഗിരിയിൽ നിന്നും, ലക്ഷദ്വീപിൽ നിന്നും, കർണാടകയിൽ നിന്നും, കേരളത്തിലെ വിവിധ ദർസുകളിൽ നിന്നും, ജൂനിയർ അറബിക് കോളേജുകളിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിവിധ വിഷയങ്ങളിലുള്ള പ്രൗഢോജ്വലമായ തഖസ്സുസിൽ ആകർഷകരായിക്കൊണ്ടാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ. ഇത് പ്രതിനിധികൾ മാത്രമാണ്. 1366 ജൂറികൾ ഇന്ന് സേവന രംഗത്ത്, കർമ്മരംഗത്ത് സജീവമായിട്ടുണ്ട്. അവരുടെ പ്രതിനിധികളുടെ ഒരു സംഘമാണ് ഇന്ന് വിളിച്ചു ചേർത്തിയത്. നമ്മുടെ ലക്ഷ്യം, ഏറ്റവും അടുത്ത ലക്ഷ്യം, 926 സെപ്റ്റംബറിൽ നടക്കുന്ന ശൈഖുന കാന്തപുര ഉസ്താദും നമ്മുടെ പ്രാസ്ഥാനിക നായകരെല്ലാം ഒന്നിച്ചണിനിരക്കുന്ന ആ സംഗമം ഒരു ഐതിഹാസിക സംഭവമാക്കി മാറ്റണം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇന്ന് ഇസ്ലാമിന്റെ എന്തെങ്കിലും വിഷയങ്ങളിൽ ആധികാരികമായ ശബ്ദമായി മാറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദാണ്. ഒരു കാലഘട്ടങ്ങളിൽ അവിടെ പൊതു ജനറലായ ഗവൺമെന്റ് തലത്തിലുള്ള അല്ലെങ്കിൽ കലക്ടർ വിളിച്ചു ചേർക്കുന്ന പൊതുപരിപാടികൾ മുഴുവനും വിധേയകക്ഷികൾ അടിച്ചമർത്തിയിരുന്നുവെങ്കിൽ അവരെല്ലാം തന്നെ അതിനെ അടിച്ചമർത്തിയിരുന്നുവെങ്കിൽ, അതിലാണ് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ ചിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് ശൈഖുന മാടവ ഉസ്താദിന്റെ അവസരോചിതപരമായ, ദാർശനികപരമായ, മനഃശാസ്ത്രപരമായ ഇടപെടലുകളും സുന്നത്തി ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായി കൊടുങ്ങല്ലൂർ മണ്ണിൽ നിലകൊള്ളുന്ന ജാമിഅ അസീസിയുടെ പ്രവർത്തന ഫലമാണ് എന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഇനിയും 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 പുരോഗതിയുടെ പാതയിലേക്ക് അള്ളാഹു തആല ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ജാമിഅ അസീസിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണങ്ങളും സാന്നിധ്യവും ഒക്കെ ഇനിയും ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ സുൽത്താൻ ഉലമയും നമ്മുടെ മഹാനായ റഹ്മത്തുള്ളാഹി ഉസ്താദ് ഉൾപ്പെടെ
നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിലും SVS-ലും SSF-ലും SBS എന്ന സുന്നി മക്കളുടെ ആ കൂട്ടായ്മകളിലൊക്കെ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളെ ആ ഉന്നതമായ മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് മാത്രം ഉണർത്തി അള്ളാഹു അതിനുള്ള എല്ലാവിധ കഴിവും തൗഫീഖും ദീർഘായുസ്സും നമുക്ക് നമ്മുടെ ഉസ്താദുമാർക്കും പ്രാസ്ഥാനിക രംഗത്തുള്ള മുഴുവൻ നമ്മുടെ നേതാക്കൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണം നിർത്തുന്നു. വാഹിർ ദഅവാന